ഒരാൾക്ക് സ്വീകാര്യത്തില്ല മറിച്ച് ഒന്നിൽ കൂടുതലുള്ള ആളുകളായ ഗ്രൂപ്പായി ആലോചിക്കുമ്പോൾ അർഹത മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻഗണന മാനദണ്ഡവും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ 10 ലക്ഷം രൂപ സംരംഭം കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ എസ്റ്റിമേറ്റ് പ്ലാൻ എല്ലാം തയ്യാറാക്കി ബാങ്കിൽ സംബന്ധിച്ച 10 ലക്ഷം രൂപ നിങ്ങൾക്ക് 4% പലിശയ്ക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3,75,000 രൂപ സബ്സിഡിയായി കിട്ടുന്നതാണ് ഈ സംരംഭം. അത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ സഹോദരിമാരെ എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭവനം കൊടുത്തതാണ് ജനറലാണ്. കഴിഞ്ഞ കാലം 2,000 രൂപയായിരുന്നു. അത് 40,000 രൂപയായിട്ടാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. ആ ഭവനം കൊടുത്തതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് ലിസ്റ്റിൽ പേരുള്ള അർഹതയുള്ള മുഴുവൻ ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഇന്നലെ വരെ 164 വീടുകൾക്ക് എങ്കിലും വെച്ച് അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് പണം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. അതായത് നമ്മൾ ആ ലൈഫ് ലിസ്റ്റിന് 600 വീടുകൾ ഉടൻ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ വേണ്ടി 40,000 രൂപയ്ക്ക് വേണ്ടി അപേക്ഷിക്കരുത്. അതിങ്ങനെ 40,000 രൂപ അപേക്ഷിച്ച് മേടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 4 ലക്ഷം നമുക്ക് ഒരിക്കലും ആ വീട് തരാൻ കഴിയില്ല. ആയതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. മറ്റ് മാനദണ്ഡങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരുമാന പരിധി അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ ചെയ്ത സർവീസുകൾ പാലാളക്കുന്ന കർഷകർക്കുള്ള പാലുള്ള സബ്സിഡിയാണ്. അത് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ മെമ്പറുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്ര കർഷകരുണ്ട്, ക്ഷീര കർഷകരുണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ പേര് കൃത്യമായി എത്ര പേരുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പഞ്ചായത്തിനെ പറ്റിയിട്ട് അംഗീകാരത്തോടുകൂടി ഏൽപ്പിക്കും. അതും അപേക്ഷിച്ച് മുഴുവൻ ആളുകൾക്ക്. അതിനുശേഷം വയോജനമുള്ള കട്ടിലാണ്. അതും വരുമാന പരിധി 2 ലക്ഷത്തിന് താഴെയായിരിക്കണം. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കട്ടിൽ കിട്ടുക. അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ച് മാനദണ്ഡം